സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ആരവമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആഘോഷങ്ങളൊക്കെ ആ തലത്തിൽ കഴിയുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ടെൻഷൻ കൂടുന്ന സമയത്തിലേക്ക് കടക്കുകയാണ്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കൊച്ചി കോർപ്പറേഷൻ ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് LDF. കലൂർ സ്റ്റേഡിയം അടക്കമുള്ള വിവാദങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണം തിരിച്ചുപിടിക്കുകയാണ് UDFന്റെ ലക്ഷ്യം. ജില്ലയിൽ 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം ആവേശപൂരമായിരുന്നു. ആവേശം ഒട്ടുമിടാതെയുള്ള കൊട്ടിക്കലാശമായിരുന്നു എറണാകുളം ജില്ലയിൽ എമ്പാടും ഉണ്ടായിരുന്നത്. വൈകിട്ട് 3 മണിയായപ്പോൾ മുതൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മുന്നണി നേതാക്കളും ഒക്കെ കളങ്ങളിൽ ഇറങ്ങി തുടങ്ങി. ആട്ടവും പാട്ടും നൃത്തരൂപങ്ങളുമൊക്കെയായി എല്ലാ മുന്നണികളും കളം കുടിപ്പിച്ചു. നിലവിൽ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മുനിസിപ്പാലിറ്റികൾ നോക്കിയാൽ 4ഇടത്താണ് ഇടതുമുന്നണിക്ക് ഭരണമുള്ളത്. കൊച്ചി കോർപ്പറേഷൻ ഇടതുമുന്നണി ഭരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിഭാഗമിടത്തും നിലവിൽ UDFനാണ് മുൻതൂക്കം. 2020യുടെ സാന്നിധ്യമാണ് മുന്നണികൾക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു പ്രധാന ഘടകം. അതേസമയം കലാശക്കൊട്ട് തികച്ചും സൗഹൃദപരമായിരുന്നു. ജില്ലയിൽ ഒരിടത്തും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി പോളിംഗ് ബൂത്തുകളിലേക്ക്. ബിനു പാവമ്പയ്ക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.